തുണിക്കടകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് ഇരിക്കാനുള്ള സൗകര്യം നൽകണമെന്ന് സർക്കാർ ഉത്തരവിന് പുല്ലുവില. സംസ്ഥാനത്തെ പ്രമുഖ വസ്ത്രസ്ഥാപനങ്ങളടക്കം ഉത്തരവ് നടപ്പാക്കിയില്ല. തൊഴിൽ മന്ത്രി ടി.പി. രാമകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം തൊഴിൽ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് നിരവധി സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ വിവിധ ജില്ലകളിലായി 121 സ്ഥാപനങ്ങൾ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തി. അതേസമയം 237 സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് ഇരിപ്പിടം ഒരുക്കിയിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് പരിശോധന നടത്തിയ 13 സ്ഥാപനങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് ഇരിപ്പിടമില്ലാത്തതായി കണ്ടെത്തിയത്. ഇരിക്കാനുള്ള അവകാശത്തിനായി സ്ത്രീകൾ സമരം നടത്തിയ ആലപ്പുഴയിൽ 42 സ്ഥാപനങ്ങളിലെ പരിശോധനയിൽ 8ഇടത്തും തൃശൂരിൽ 15 സ്ഥാപനങ്ങളിൽ 5ഇടത്തും നിയമലംഘനം തുടരുകയാണ്. കോഴിക്കോട് 56 സ്ഥാപനങ്ങളിലെ പരിശോധനയിൽ 19 ഇടങ്ങളിലും ഇരിപ്പിടമില്ല. മറ്റ് ജില്ലകളിലും തൊഴിൽ വകുപ്പ് പരിശോധന നടത്തുകയും നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. തൊഴിലാളികൾക്ക് സൗകര്യം ഉറപ്പാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തിയ എല്ലാ സ്ഥാപനങ്ങൾക്കും അടിയന്തര നടപടി സ്വീകരിക്കാൻ വകുപ്പ് നോട്ടീസ് നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. തുണിക്കടകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇരിക്കാൻ സൗകര്യം നൽകണമെന്നും കടകളിൽ പണി ചെയ്യുന്നവർക്ക് ആഴ്ചയിലൊരിക്കൽ അവധി നൽകണമെന്നുമാണ് സർക്കാർ നിർദ്ദേശം. വളരെ കാലമായി ഈ മേഖലയിലുള്ള തൊഴിലാളികൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആവശ്യമാണ് സർക്കാർ നടപ്പിലാക്കിയത്. കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ ഭേദഗതി വരുത്തിയായിരുന്നു. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും ജുവലറികളിലും റെസ്റ്റോറന്റുകളിലും അടക്കമുള്ള സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് ഇരിക്കാൻ സൗകര്യമില്ലാത്തതിനെ തുടർന്ന് കോഴിക്കോട്ട് വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വിജിയാണ് ആദ്യം പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുടർന്നാണ് ജീവനക്കാർക്ക് ഇരിപ്പിടം അവകാശമാക്കി സർക്കാർ നിയമ ഭേദഗതി വരുത്തിയത്. വസ്ത്രസ്ഥാപനങ്ങളിലും ജ്വല്ലറികളിലും മറ്റും 10 മണിക്കൂറിലധികം സ്ത്രീകൾ നിന്ന് ജോലി ചെയ്യുന്നെന്ന് വ്യാപക പരാതിയുണ്ടായിരുന്നു. ഇതേ തുടർന്ന് തൊഴിലാളികൾ പല സ്ഥാപനങ്ങളുടെയും മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. തുടർന്ന് വിവിധ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും തൊഴിൽ വകുപ്പിന് പരാതി നൽകിയിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം കടകൾ അടച്ചിടണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി തൊഴിലാളികൾക്ക് ഒരു ദിവസം അവധി അനുവദിക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കടകൾ, ഹോട്ടൽ, റെസ്റ്റോറന്റ്, ജുവലറി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നത് തടയാനുള്ള കർശന വ്യവസ്ഥയും നിയമം വഴി ഭേദഗതി ചെയ്തിരുന്നു. രാത്രി 9-ന് ശേഷവും രാവിലെ 6-ന് മുമ്പും സ്ത്രീകളെ ജോലിക്ക് നിയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. 5 പേരെങ്കിലുമുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലേ ഈ സമയത്ത് സ്ത്രീകളെ ജോലിക്ക് നിയോഗിക്കാവൂ. ഈ 5 പേരിൽ 2 സ്ത്രീകൾ വേണമെന്നും തൊഴിൽ വകുപ്പ് പറഞ്ഞിരുന്നു. ഇത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.